ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നൊരു പാൻകേക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ളതും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതായിട്ടുള്ളൊരു കേക്കാണിത്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. മൈ നെയിം ഈസ് നീതു. വെൽക്കം ടു മൈ ചാനൽ. ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കിയ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1.5 കപ്പ് മൈദ എടുക്കാം. 1 കപ്പ് മൈദ എന്ന് പറയുന്നത് 250 ml ആണ്. 1.5 കപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ ഇടാം. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അരിച്ചോ മിക്സ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ബൗൾ ക്ലീൻ ആയതുള്ളത് എടുക്കാം. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ പാൻ കേക്കിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ ആഡ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് അലിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പഞ്ചസാര മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വിസ്ക് യൂസ് ചെയ്യാം. വിസ്ക് കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് ഇല്ലെങ്കിൽ നമുക്ക് ഫോർക്ക് എടുക്കാം, അല്ലെങ്കിൽ സ്പൂണോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് അൺസാൾട്ടഡ് ബട്ടർ 1/4 കപ്പ് എടുക്കാം. 1/4 കപ്പ് ബട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അൺസാൾട്ടഡ് ആയിരിക്കണം. അത് 100 ഗ്രാം ബട്ടർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കില്ല, അതിൻ്റെ ഹാഫാണ് ഇത് ഈ മെൽറ്റഡ് ആയിട്ട് എടുക്കുമ്പോൾ ഈ 1/4 കപ്പ് എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മിൽക്ക് ആഡ് ചെയ്യണം. മിൽക്കും ഇതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. പാല് തിളപ്പിക്കുമ്പോൾ വെള്ളം ഒരിക്കലും ചേർക്കരുത്. വെള്ളം ഒഴിക്കാതെ വേണം പാല് തിളപ്പിക്കാൻ. പാല് തിളപ്പിച്ച് ആറിയതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. 1 കപ്പ്, അതായത് 250 ml ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും നിങ്ങൾ മൈദയുടെ കൺസിസ്റ്റൻസി നോക്കുക, അതനുസരിച്ച് വേണം പാല് ആഡ് ചെയ്യാനായിട്ട്. ഇൻ കേസ് പാലില്ലെങ്കിൽ ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. പാലിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല, 1 കപ്പ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ചെറു ചൂടുവെള്ളം ആഡ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അടച്ച് മാറ്റി വെക്കുമ്പോൾ കൂടുതൽ സോഫ്റ്റായിട്ട് എനിക്ക് പാൻകേക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ അടച്ച് മാറ്റി വെക്കുന്നത്. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഡയറക്ഷനിൽ മിക്സ് ചെയ്യണം, അല്ലാതെ കുത്തി ഇളക്കരുത്. കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. കേക്ക് ഉണ്ടാക്കുന്നതിന് പോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ പാൻകേക്ക് ഉണ്ടാക്കുന്നതിലും ശ്രദ്ധിക്കണം. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ കേക്ക് എന്ന് പറയുന്നത് ഈ പാൻ കേക്കാണ്. അതൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഈസി ആയിട്ടും എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു കേക്കാണിത്. ഞാനൊരു 2-3 മിനിറ്റ് ഇവിടെ അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു വലിയൊരു പാനാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഈ മസാല ദോശയ്ക്ക് എടുക്കുന്ന ഒരു വലിയ പാനാണ്. അതിലേക്ക് ചെറുതായിട്ടാണ് ഞാൻ ചൂടാൻ പോകുന്നത്. അത് പാൻ ചൂടാൻ ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് വേണം സ്റ്റൗ വയ്ക്കാനായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്, അതായത് ഇഡ്ഡലി മാവിൻ്റെ പരുവം. നമുക്ക് ഒരു തവി കോരി ഒഴിക്കാം, വലുതോ ചെറുതോ അത് ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം. ആ ഒരു പരുവത്തിന് നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. ഞാനിവിടെ ചെറുതായിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മറിച്ചിടാവുന്നതാണ്. ഇത് നോക്കുമ്പോൾ ഇതിലിങ്ങനെ ഓൾസ്, അതായത് തുളകൾ വന്നതാണ്. ഈ തുളകൾ വരുമ്പോൾ ഇത് കുക്കായെന്നാണ് അതിനർത്ഥം. തുളകൾ എല്ലാത്തിനും തുള വന്നിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റാണ്, നല്ലതായിട്ട് മോയിസ്റ്റ് ആണെന്നാണ് അർത്ഥം. അത് നമുക്കത് മറിച്ചിടാം. മറിച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് വെന്തിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ബാക്കി എനിക്ക് ഇതൊരു 3-4 പേർക്ക് കഴിക്കാനുണ്ടെങ്കിൽ 1.5 കപ്പ് മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ബാറ്റർ. അപ്പം ഇത് നമുക്ക് ചോക്ലേറ്റിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ മേപ്പിൾ സിറപ്പിൻ്റെ കൂടെ കഴിക്കാം, തേനിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.